പ്രിയ വിദ്യാർത്ഥികൾക്ക് ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 9 വീഡിയോകളിലായി രണ്ടാം വർഷ +2 കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഡിസ്കഷനാണ് നാം കണ്ടത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ എന്ന് പറയുന്ന പാഠമാണ് ഇവിടെ നമുക്ക് പഠിക്കുവാനുള്ളത്. പ്രിയ വിദ്യാർത്ഥികൾ, വീഡിയോ നന്നായി കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ നോട്ട്സ് പ്രിപ്പറേഷൻ ആവശ്യമായ മൊഡ്യൂളുകൾ കാണാൻ കഴിയും. വീഡിയോ നിങ്ങൾ സ്റ്റക്ക് ചെയ്ത ശേഷം പോസ് ചെയ്ത ശേഷം ആ നോട്ട്സുകൾ എഴുതി നിങ്ങൾക്ക് ആവശ്യമായ പഠന സാമഗ്രികൾ ക്രമീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. പാഠത്തിൻ്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ്. മാനേജ്മെൻറ്റ് എന്താണെന്ന് നാം കണ്ടു. ഇനി നമ്മൾ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് പ്രിൻസിപ്പിൾസ് എന്ന വാക്കിൻ്റെ അർത്ഥം? തത്വങ്ങൾ എന്നല്ലേ അർത്ഥം? എന്താണ് തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് ദ ഫണ്ടമെന്റൽ ട്രൂത്ത്സ് എബൌട്ട് സം ഫിനോമിനൻ ആർ കാൾഡ് പ്രിൻസിപ്പിൾസ്. ഏതെങ്കിലും ഒരു പ്രതിഭാസവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഫണ്ടമെന്റൽ ട്രൂത്തിനെയാണ് പ്രിൻസിപ്പിളുകൾ എന്ന് വിളിക്കുന്നത്, തത്വങ്ങൾ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, സയൻസിൽ ഇത്തരം നിരവധി തത്വങ്ങൾ നാം പഠിച്ചിട്ടുള്ളവരാണ്, നാം കണ്ടിട്ടുള്ളവരാണ്, നാം മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. നമുക്കറിയാം ഐസക് ന്യൂട്ടൻ്റെ ഭൂഗുരുത്വാകർഷണ ബലം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു എന്ന് പറയുന്ന നിയമമാണ് ഈ നിയമം. ഇതൊരു സയൻസിൻ്റെ പ്രിൻസിപ്പിളാണ്, തത്വമാണ്. ഇറ്റ്സ് എ ഫണ്ടമെൻ്റൽ ട്രൂത്താണ്. ഒരു ഫണ്ടമെൻ്റൽ ട്രൂത്ത് ആയതുകൊണ്ട് തന്നെയാണ് ഭൂമി എല്ലാ വസ്തുക്കളും, എവിടെ നിന്ന് വീഴുന്ന വസ്തുക്കളും ഭൂമിയിലേക്ക് താഴേക്ക് വരാനുള്ള കാരണം സയൻസ് കണ്ടുപിടിച്ച ആ പ്രിൻസിപ്പിൾസ് കൊണ്ടാണ്. അപ്പോൾ ഇതിനെ ഒരു പ്രിൻസിപ്പിൾ എന്ന് വിളിക്കാം. ഇതുപോലെയുള്ള ഫണ്ടമെൻ്റൽ ട്രൂത്തുകളെയാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് വിളിക്കുന്നത്? പ്രിൻസിപ്പിളുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യമേ നാം മനസ്സിലാക്കേണ്ട ഒരു ചെറിയ വാക്യമാണ് എന്താണ് പ്രിൻസിപ്പിൾസ്. പ്രിൻസിപ്പിൾസ് റിഫേഴ്സ് ടു എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് റിഫ്ലെക്ട്സ് ദ ഫണ്ടമെൻ്റൽ ട്രൂത്ത്സ് എബൌട്ട് സം ഫിനോമിനൻ. അപ്പോൾ എ ഫണ്ടമെൻ്റൽ ട്രൂത്ത് എബൌട്ട് സം ഫിനോമിനൻ ആർ കാൾഡ് പ്രിൻസിപ്പിൾ. ഏതെങ്കിലും ഒരു ഫിനോമിനുമായി ബന്ധപ്പെട്ട്, ഒരു പ്രതിഭാസവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടമെൻ്റൽ ട്രൂത്തിനെയാണ് നാം എന്തെന്ന് വിളിക്കുന്നത്? ഈ പറയപ്പെട്ട പ്രിൻസിപ്പിളുകൾ എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ പ്രിൻസിപ്പിളുകളൊക്കെ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? വിച്ച് ഈസ് ഡിറൈവ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് അനാലിസിസ്. നമുക്കറിയാം ഐസക് ന്യൂട്ടൺ ഭൂഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? അദ്ദേഹം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ മുകളിൽ നിന്നുള്ള ഒരു ആപ്പിൾ അദ്ദേഹത്തിൻ്റെ തലയിൽ വീണു, അല്ലേ? സ്വാഭാവികമായും അതിൽ നിന്നാണ് അദ്ദേഹം ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്ന സയൻസിന് വലിയൊരു കണ്ടുപിടുത്തം അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കാരണമായത് ആ ചെറിയ സംഭവത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ചിന്താശക്തി, അദ്ദേഹത്തിൻ്റെ അന്വേഷണത്വര. അപ്പം നിരവധിയായ ഒബ്സർവേഷനുകളും അനാലിസിസുകൾക്കും ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിളുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് പ്രിൻസിപ്പിൾസിൻ്റെ മറ്റൊരു പ്രത്യേകതയായി നമുക്ക് പറയാം. ദേ ആർ ഡിറൈവ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഈവൻറ്റ്സ്. സംഭവങ്ങളെ കൃത്യമായി ഒബ്സർവ് ചെയ്യുകയും അത് അനാലിസിസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പ്രിൻസിപ്പിളുകൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് പ്രിൻസിപ്പിൾസ്? പ്രിൻസിപ്പിൾസ് ആർ ദ ഫണ്ടമെൻ്റൽ ട്രൂത്ത്സ് about some phenomena or a statement which derives or which denotes a fundamental truth about some phenomenon are called principles. Then നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് പ്രിൻസിപ്പിൾസ് ഡിറൈവ് ചെയ്യുന്നത്? പ്രിൻസിപ്പിൾസ് ആർ ഡിറൈവ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഈവൻറ്റ്സ്. അപ്പോൾ പ്രിൻസിപ്പിൾ എന്താണെന്നാണ് നാം പറഞ്ഞത്. ഇനി എന്താണ് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ എന്ന് തന്നെയാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ അർത്ഥം.
എങ്ങനെയാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ടായത്? നേരത്തെ നാം പറഞ്ഞ സയൻസിൻ്റെ പ്രിൻസിപ്പിൾ ഉണ്ടായതുപോലെ തന്നെ ഒബ്സർവേഷൻ്റെയും അനാലിസിസിൻ്റെയും ബേസിൽ ഉണ്ടായിട്ടുള്ള തത്വങ്ങളെയാണ് നാം ഇന്നെന്ന് വിളിക്കുന്നത് ഈ പറയപ്പെട്ട പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ആൾസോ ഡിറൈവ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഇവൻറ്റ്സ് വിച്ച് ദ മാനേജർ ഹാവ് ഇറ്റ് ടു ഫേസ് ഇൻ ആക്ച്വൽ പ്രാക്ടീസ്. നാം നേരത്തെ പറഞ്ഞു ഐസക് ന്യൂട്ടൺ ഭൂഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചത് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ആപ്പിൾ പതിച്ചപ്പോഴാണ്. അഥവാ ആക്ച്വൽ പ്രാക്ടീസിൽ അദ്ദേഹം അത് നേരിട്ടപ്പോഴാണ് അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ കാരണമായത്. ഇതുപോലെ മാനേജർമാർ അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് അഥവാ ബിസിനസ് മേഖലയിലെ അനുഭവങ്ങളിൽ നിന്നും അവർ രൂപീകൃതമായി അവർ കണ്ടെത്തിയിട്ടുള്ള അവർ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും അവർ ഒബ്സർവ് ചെയ്ത് അനാലിസിസ് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു കൂട്ടം തത്വങ്ങളെയാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് നമുക്ക് ഒരിക്കൽ കൂടി പറയാം. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഡിറൈവ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഇവൻറ്റ്സ് which manager have to face in actual practice. Management principles are also derived on the basis of observation and analysis of events which a manager faced in actual practice. യഥാർത്ഥ വികാസങ്ങളിൽ അല്ലെങ്കിൽ യഥാർത്ഥ അവസരങ്ങളിൽ ഒരു മാനേജർ നേരിട്ടിട്ടുള്ള വ്യത്യസ്തങ്ങളായ അവസരങ്ങളിൽ നിന്നും ഒബ്സർവേഷനിലൂടെയും അനാലിസിസിലൂടെയും കണ്ടെത്തിയിട്ടുള്ള തത്വങ്ങളെയാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ആൾസോ ദ ഗൈഡിംഗ് റൂൾസ് ഓർ ലാസ് ഫോർ ദ മാനേജീരിയൽ ആക്ഷൻ. ഇങ്ങനെയും പറയാം, H.G. ഹിക്സിൻ്റെ ഡെഫിനിഷനാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ദ ഗൈഡിംഗ് റൂൾസ് ഓർ ലാസ് ഫോർ മാനേജീരിയൽ ആക്ഷൻ. എന്താണ് ഗൈഡിംഗ് റൂൾസ്? ആ വാക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആർ ദ ഗൈഡിംഗ് റൂൾസ്, ഗൈഡ് ചെയ്യുവാനുള്ള വഴികാട്ടുവാനുള്ള റൂളുകൾ ഓർ നിയമങ്ങൾ ഫോർ മാനേജീരിയൽ ആക്ഷൻ. മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വഴികാട്ടാനുള്ള റൂളുകളെയും നിയമങ്ങളെയുമാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് വിളിക്കുന്നത്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ദ ഗൈഡിംഗ് റൂൾസ് ഓർ ലാസ് ഫോർ ദ മാനേജീരിയൽ ആക്ഷൻ എന്നാണ് H.G. ഹിക്സിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് പ്രിൻസിപ്പിളുകൾ എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ട്രൂത്ത് ആണ് എബൌട്ട് സം ഫിനോമിനൻ. ഇനി മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഡിറൈവ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഇവൻറ്റ്സ് വിച്ച് മാനേജർ ഹാവ് ടു ഫേസ് ഇൻ ആക്ച്വൽ പ്രാക്ടീസ്. Then H.G. ഹിക്സ് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞ ഡെഫിനിഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ദ ഗൈഡിംഗ് റൂൾസ് ഓർ ദ ലാസ് ഫോർ ദ മാനേജീരിയൽ ആക്ഷൻ എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ പാഠത്തിൻ്റെ ആമുഖമാണ് പറഞ്ഞത്. നമ്മുടെ പാഠത്തിൻ്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ. ഇവിടെ ചുരുക്കി നാം പറഞ്ഞത് എന്താണ് തത്വം, എന്തിനെയാണ് തത്വം എന്ന് വിളിക്കുന്നത്, എങ്ങനെയാണ് തത്വങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ നാം പറഞ്ഞത് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതെന്താണ്, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് തുടങ്ങുന്ന കാര്യമാണ് നാം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ കണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അഥവാ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസുകളുടെ സ്വഭാവം എന്നതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ഇവിടെ 7 പോയിന്റ് വെച്ചിട്ടാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ നേച്ചർ നാം അളക്കാൻ പോകുന്നത്. 1 യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, 2 ജനറൽ ഗൈഡ് ലൈൻസ്, 3 ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, 4 ഫ്ലെക്സിബിൾ, 5 മെയിൻലി ബിഹേവിയറൽ, 6 കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, 7 കണ്ടിജൻറ്റ്. ഇങ്ങനെ 7 പോയിന്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസുകളുടെ നേച്ചർ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ SCERT പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ കിരൺ മജുംദാർ ഷായുടെ ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസുകൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു,
അത് എങ്ങനെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതനുസരിച്ചാണ് ഒരു ഓർഗനൈസേഷൻ്റെ വിജയം. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ബാക്കിയുള്ള ഘടകങ്ങളെക്കാളൊക്കെ ഏറ്റവും പ്രധാനം അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റിയാണ്, അവരുടെ ഇൻവോൾവ്മെൻ്റ് ആണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുതന്നെയാണ് ഈ സ്റ്റോറിയിലൂടെ ഡോക്ടർ കിരൺ മസുംദാർ ഷായുടെ സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1978 കാലയളവിലാണ് ഈ പറയപ്പെട്ട ലേഡി ഇങ്ങനെ ഒരു ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഇവർ പ്രധാനമായും ബയോടെക്നോളജി അഥവാ ബയോകെമിക്കൽ മേഖലയിലായിരുന്നു, ഇവർ യഥാർത്ഥത്തിൽ ബയോടെക്നോളജിയിലായിരുന്നു ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നാം മനസ്സിലാക്കണം, 1978 കാലയളവിൽ ബയോടെക്നോളജി എന്ന് പറയുന്നത് ഒരുപക്ഷെ പലപ്പോഴും കേട്ട് പരിചയമില്ലാത്ത ഒരു വാക്കാണ്. വർത്തമാന കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാമെങ്കിലും 1978 കാലയളവിൽ ഈ പറയപ്പെട്ട ബയോടെക്നോളജിയുടെ പൊട്ടൻഷ്യാലിറ്റിയൊക്കെ വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഏതായാലും അവർ സ്വന്തമായി ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിച്ചു. അവരുടെ കമ്പനിയുടെ പേര് ബയോകാം ഇന്ത്യ ലിമിറ്റഡ് എന്നായിരുന്നു. വളരെ തുച്ഛമായ മൂലധനമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 10,000 രൂപ മൂലധനമുണ്ടായി. ആ മൂലധനവുമായി ഇവർ അയർലൻഡിലുള്ള ബയോകെമിക്കൽസ് എന്ന് പറയുന്ന കമ്പനിയുമായി കൊളാബറേഷനിലായിക്കൊണ്ടാണ് ഇവർ ഈ ബിസിനസ് ആരംഭിക്കുന്നത്. നാം മനസ്സിലാക്കണം, കേട്ടുകേൾവി ഇല്ലാത്ത ഒരു മേഖലയിലേക്കുള്ള യാത്രയാണ് ഈ പറയപ്പെട്ട എൻ്റർപ്രണർ തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഇതിനാവശ്യമായ ലോണുകൾ പോലും കൊടുക്കുവാൻ അന്നത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ തയ്യാറായില്ല എന്നാണ് അവരവരുടെ ചരിത്രത്തിൽ പറയുന്നത്. അതിന് പ്രധാനമായും 3 കാരണങ്ങളാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ വെഞ്ചറാണ്, എ ന്യൂ ഏരിയ ഓഫ് ഓപ്പറേഷനാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, അവർക്ക് അസറ്റുകളില്ല. 10,000 രൂപയാണ് അവരുടെ ക്യാപിറ്റൽ, അതുകൊണ്ട് തന്നെ അവർക്ക് അസറ്റ്സുകൾ വളരെ കുറവാണ്. മൂന്നാമത്തെ കാര്യം, നമുക്കറിയാം, ഒരു വിമൺ എൻ്റർപ്രണവറാണ്. 1978 കാലയളവിലൊക്കെ വിമൺ എൻ്റർപ്രണവർ എന്നൊക്കെ പറയുന്ന ടേം തന്നെ ഒരുപക്ഷെ അന്വർത്ഥമാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ പറയപ്പെട്ട ഡോക്ടർ കിരൺ മസുംദാർ ഷായുടെ ബയോകോൺ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് വായ്പ പോലും കൊടുക്കുവാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അവരുടെ ചടുതലയാർന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്ന് ആ സ്ഥാപനം എവിടെ എത്തിയെന്ന് നാം മനസ്സിലാക്കണം. അവരുടെ വെബ്സൈറ്റിലൂടെ ഒക്കെ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് 50-ലധികം രാജ്യങ്ങളിൽ വികസിച്ച് കിടക്കുന്ന വലിയൊരു സ്ഥാപനമായി ഇന്ന് മാറിയിരിക്കുന്നു. അവരുടെ കീഴിൽ 2 സബ്സിഡിയറി കമ്പനികൾ പ്രവർത്തിക്കുന്നു. ബയോടെക്നോളജി മേഖലയിൽ ആദ്യമായി ഒരു കമ്പനി ISO 9001 സർട്ടിഫിക്കേഷൻ കിട്ടിയ കമ്പനി ബയോകോൺ ലിമിറ്റഡാണ്. ഇത്തരത്തിൽ വൻകിട വ്യവസായശാലയായി മാറുവാൻ ഇവർക്ക് കഴിഞ്ഞു. എന്തുകൊണ്ട്? അവരുടെ നിശ്ചയദാർഢ്യം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ കഴിവുകൊണ്ട്, മാനേജ്മെൻറ്റിൻ്റെ എബിലിറ്റി കൊണ്ട്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരു ഓർഗനൈസേഷൻ്റെ, അതാണ് ഞാൻ ആദ്യത്തിൽ പറഞ്ഞത്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആ ഓർഗനൈസേഷൻ്റെ വിജയത്തിൻ്റെ നാന്ദി അല്ലെങ്കിൽ ആ വിജയത്തിൻ്റെ രഹസ്യം പരമമായി അടങ്ങിയിരിക്കുന്നത് അവരുടെ മാനേജ്മെൻറ്റിലാണ്. അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ കഴിവാണ് ഓർഗനൈസേഷൻ്റെ പരമമായ വിജയം എന്ന് പറയാതിരിക്കുവാൻ കഴിയുന്നില്ല. ഇവിടെ നാം ചർച്ച ചെയ്യപ്പെടുന്നത് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ സ്വഭാവമാണ്. മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസുകളുടെ നേച്ചർ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 7 പോയിന്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരിക്കൽ കൂടി പറയുന്നു. 1, യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. 2, ജനറൽ ഗൈഡ് ലൈൻസ്. 3, ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. 4, ഫ്ലെക്സിബിൾ. 5, മെയിൻലി ബിഹേവിയറൽ. 6, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. 7, കണ്ടിജൻറ്റ്. ഈ 7 പോയിന്റ് വെച്ചിട്ടാണ് ഒരു ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റിലേക്ക് നമുക്കെത്താം. ഒന്നാമത്തെ പോയിന്റ് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി എന്നാണ്. എന്താണ് ഈ പോയിന്റിൻ്റെ അർത്ഥം? യൂണിവേഴ്സലായി ആപ്ലിക്കബിളിൽ ഉള്ള ഒന്നാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ദ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഹാവ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ, all levels of organization, whether it may be business or non-profit making organization or non-profit making organization. എവിടെയായാലും മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസുകൾ ആപ്ലിക്കബിൾ ആണ് എന്നാണ് ഒന്നാമത്തെ പോയിന്റ്.
എല്ലാ ഓർഗനൈസേഷനും നമ്മൾ ഈ പാഠത്തിൻ്റെ ആമുഖത്തിൽ നാം പറഞ്ഞു, എവിടെയും നമുക്ക് എന്ത് കാണാൻ കഴിയും? നമ്മുടെ വീട് മുതൽ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയുള്ള മേഖലയിൽ നമുക്ക് മാനേജ്മെൻറ്റിനെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസുകൾ എല്ലാ മേഖലയിലും അപ്ലൈ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നാമത്തെ പോയിന്റ്, മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസിന് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉണ്ട്. ഇന്ത്യയിലെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ പറയപ്പെടുന്ന പ്രിൻസിപ്പിൾസ് ഇതര രാജ്യങ്ങളിൽ അമേരിക്കയിലും മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ തന്നെ ഫണ്ടമെൻ്റൽ ട്രൂത്ത് ആണെന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ ഓർഗനൈസേഷൻ്റെ സ്വഭാവമോ ഓർഗനൈസേഷൻ്റെ വലിപ്പമോ ഒന്നും നോക്കാതെ എല്ലാ മേഖലയിലും മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ഒന്നാമത്തെ പോയിന്റിലൂടെ നമുക്ക് പറയുവാൻ കഴിയുന്നത്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഹാവ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഓൾ ഇൻ പ്ലേസസ് ലൈക്ക് ബിസിനസ് ഓർ നോൺ ബിസിനസ്. ഏത് മേഖലയിലും നമുക്ക് എന്തിനെ പറയാൻ കഴിയും? മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസുകളെ പറയാൻ കഴിയുമെന്നതാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ പോയിന്റ്, മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് പറയുന്നത്. ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. എന്താ ജനറൽ ഗൈഡ് ലൈൻസ്? പൊതുവായിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങളാണ് എന്ത് നൽകുന്നത്? മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസുകൾ നൽകുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ എക്സ്പീരിയൻസ് ആൻഡ് അനാലിസിസ് of various managers and they are derived in the form of mere statements. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസുകൾ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ഡിറൈവ്ഡ് ഫ്രം ദി എക്സ്പീരിയൻസ് ആൻഡ് ഒബ്സർവേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് വേരിയസ് മാനേജേഴ്സ്. വ്യത്യസ്തങ്ങളായ മാനേജർമാരുടെ അനുഭവങ്ങളിൽ നിന്ന്, അവരുടെ ഒബ്സർവേഷനിൽ നിന്ന്, അവരുടെ അനാലിസിസിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ആൻഡ് ദേ ആർ ഇൻ ദ ഫോം ഓഫ് മിയർ സ്റ്റേറ്റ്മെൻറ്റ്. അത് വ്യത്യസ്തമായ സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജനറൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും വിദ്യാർത്ഥികൾ തെറ്റിദ്ധരിക്കരുത്. മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്ന ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസിനും കൃത്യമായ ഒരു സൊല്യൂഷൻ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പറയുമെന്നൊരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിച്ചു കളയരുത്. ഒരിക്കലും കൃത്യമായ ഒരു ഉത്തരം നമുക്ക് ഒരു വിഷയത്തിന് ഒരു നിശ്ചിതമായ ഉത്തരം, ഒരു കാര്യത്തിന് കൃത്യമായ ഒരു ഉത്തരം എന്ന രീതിയിൽ ഒരിക്കലും മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസുകൾ കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് പറയുകയല്ല ചെയ്യുന്നത്. ഒരു ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. These statements are guidelines for action, but it should not provide any solution to all managerial problems. എല്ലാ മാനേജീരിയൽ പ്രോബ്ലത്തിനും പരമമായ ഒരു പരിഹാര മാർഗം ഒരിക്കലും മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസുകളിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് മനസ്സിലാക്കണം. ഒരു ജനറൽ ഗൈഡ് ലൈൻസ് ആണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച്. ആ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, ഏതൊക്കെ വഴികളിലൂടെയാണ് സഞ്ചരിക്കേണ്ടതിനെ സംബന്ധിച്ചൊരു ജനറൽ ഗൈഡ് ലൈൻസ് ആയിരിക്കും ആര് തരുന്നത്? മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് തരുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ടായത് എങ്ങനെയാണ്? ഡിറൈവ്ഡ് ഫ്രം ദ എക്സ്പീരിയൻസ്, ഒബ്സർവേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് വേരിയസ് മാനേജേഴ്സ് ആൻഡ് ദേ ആർ ഇൻ ദ ഫോം ഓഫ് മിയർ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് നോട്ട് പ്രൊവൈഡ് എനി ഫൈനൽ സൊല്യൂഷൻ ടു ആൾ മാനേജീരിയൽ പ്രോബ്ലംസ്. ഒരു ഫൈനൽ സൊല്യൂഷൻ തരികയല്ല ഒരിക്കലും എന്ത് ചെയ്യുന്നത്? മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസുകൾ തരുന്നത്, മറിച്ച് ഒരു ജനറൽ ഗൈഡ് ലൈൻസ്, പൊതുവായ ചില മാർഗനിർദ്ദേശങ്ങളാണ് നൽകുന്നത് എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ നേച്ചറായി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. ഇത് പലതവണ നാം പറഞ്ഞതാണ്. പ്രിൻസിപ്പിൾസുകൾ ഉണ്ടാകുന്നത് തന്നെ അങ്ങനെ തന്നെയാണ്, പ്രാക്ടീസിലൂടെയും എക്സ്പെരിമെൻറ്റിലൂടെയുമാണ്. അതുകൊണ്ട് തന്നെ ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ഫോംഡ് ബൈ ദി പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ഒബ്സർവേഷൻ ഓഫ് പ്രീവിയസ് മാനേജേഴ്സ്. മുൻകഴിഞ്ഞു പോയ നൂറുകണക്കിന് മാനേജർമാരുടെ അനുഭവങ്ങളിൽ നിന്ന്, അവരുടെ ഒബ്സർവേഷനിൽ നിന്ന്, അവരുടെ പ്രാക്ടീസിൽ നിന്ന് അവർ കണ്ടെത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. പ്രാക്ടീസിലൂടെയും എക്സ്പെരിമെൻറ്റേഷനിലൂടെയുമാണ് എന്തുണ്ടായിട്ടുള്ളത്? മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസുകൾ ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് നാലാമത്തെ പോയിന്റിലേക്ക് പോകാം. നാലാമത്തെ പോയിന്റ് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ഫ്ലെക്സിബിൾ ആയിരിക്കും എന്നാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ഒരിക്കലും ഒരു സ്റ്റാറ്റിക് ആയിരിക്കത്തില്ല, അത് എപ്പോഴും ഫ്ലെക്സിബിൾ ആകും. കാരണം നമുക്കറിയാം, മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യനെ മാനേജ് ചെയ്യുക. അത് മനുഷ്യൻ്റെ സ്വഭാവത്തിനനുസരിച്ച്, അവസരങ്ങൾക്കനുസരിച്ച് പലപ്പോഴും നാം മാറ്റേണ്ടതായി വരും. ഒരു കോൺസ്റ്റൻ്റായ സൊല്യൂഷൻ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല.
ഇപ്പോൾ ഒരേ പ്രശ്നങ്ങൾ രണ്ട് സ്ഥാപനങ്ങളിൽ ഉണ്ടാകുമ്പോൾ രണ്ട് സ്ഥാപനങ്ങളിലും ഒരേ സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. സ്ഥാപനത്തിൻ്റെ അവസ്ഥയും ഘടനയും ഘട്ടവും ഒക്കെ മാറുന്നതനുസരിച്ച് അവിടെ സൊല്യൂഷനിലും മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ നാം പറയുന്നു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നെവർ റിമെയിൻ സ്റ്റാറ്റിക്, ദേ ആർ അപ്ലൈഡ് ഇൻ ഗിവൺ സിറ്റുവേഷൻ. ഒരിക്കലും സ്റ്റാറ്റിക് ആയിരിക്കത്തില്ല, അത് നമ്മളുടെ ഗിവൺ സിറ്റുവേഷനിൽ നമുക്ക് ഉള്ള അവസരങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നാണ് നാലാമത്തെ പോയിന്റ് പറയുന്നത്. അപ്പം നാലാമത്തെ പോയിന്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ സ്വഭാവം പറയുന്നു, ഫ്ലെക്സിബിൾ ആയിരിക്കും എന്നാണ്. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് മെയിൻലി ബിഹേവിയറൽ. നമുക്കറിയാം മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ സ്വഭാവം പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തതാണ്. അത് അവസരത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഓർഗനൈസേഷനുകളിലുണ്ടായ ഒരേ പ്രശ്നം രണ്ടും ഒരേ തരത്തിൽ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ അവസ്ഥകൾ, അവിടുത്തെ മറ്റു ചില ഘടകങ്ങളൊക്കെ ആ തീരുമാനത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബിഹേവിയർ ഈസ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് ഇറ്റ് ഈസ് ഫുള്ളി സിറ്റുവേഷണൽ. അത് പൂർണ്ണമായും അവസ്ഥാവിശേഷിതമാണ്, നമുക്ക് അൺപ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസുകൾ കൂടുതലും മനുഷ്യനുമായി ബന്ധപ്പെട്ടാണല്ലോ കൂടുതൽ പ്രിൻസിപ്പിൾസുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഞ്ചാമത്തെ പോയിന്റ് നാം പറയുന്നത് മെയിൻലി ബിഹേവിയറലാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എന്നാണ് നാം പറയുന്നത്. ആറാമത്തെ പോയിന്റ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസുകളിൽ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് കാണുവാൻ കഴിയും എന്നാണ്. എന്താണ് ഈ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്? നമുക്കറിയാം, ഇപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്. കൂട്ടുകാർ പഠിച്ചു വരുമ്പോൾ മനസ്സിലാകും. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ? ഒരാളിൽ നിന്ന് മാത്രമേ ഒരു സബോർഡിനേറ്റ് ഓർഡറുകൾ സ്വീകരിക്കാവൂ എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരാളെ നിയന്ത്രിക്കുവാൻ ഒന്നിലധികം സുപ്പീരിയർ ഓഫീസർമാർ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ എന്തുണ്ടാകും? തൊഴിലാളികൾക്കിടയിൽ ഇല്ല മുതലാളി പറഞ്ഞത് കേൾക്കണോ, മറ്റേ മുതലാളി പറഞ്ഞത് കേൾക്കണോ എന്നുള്ള സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഒരു സബോർഡിനേറ്റിനെ ഒരു സുപ്പീരിയർ ഓഫീസർ നിയന്ത്രിക്കണം എന്ന് പറയുന്നതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അപ്പോൾ ഇവിടെ എന്താണ് കോസ് ആൻഡ് ഇഫക്റ്റ്? യൂണിറ്റി ഓഫ് കമാൻഡ് ഈസ് ദ കോസ്, അതാണ് അതിൻ്റെ കാരണം. ആൻഡ് അവോയ്ഡൻസ് ഓഫ് കൺഫ്യൂഷൻ ഈസ് ദ ഇഫക്റ്റ്. അവിടെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഇഫക്റ്റ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസുകളിൽ നമുക്ക് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാൻ കഴിയും എന്നാണ് ആറാമത്തെ നേച്ചറായി പറയുന്നത്. ഇനി നമുക്ക് 7ലേക്ക് പോകാം. 7ാമത്തെ പോയിന്റ് കണ്ടിജന്റ് എന്ന് പറയുന്നതാണ്. എന്താണ് കണ്ടിജന്റ് എന്ന് പറഞ്ഞാൽ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷണൽ എന്ന് പറയുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സിറ്റുവേഷൻ ആൻഡ് ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്, ദെൻ ഓൺലി ഇറ്റ് വിൽ ബി സക്സസ്ഫുൾ എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിളുകൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ അവസരങ്ങൾക്കനുസരിച്ചായിരിക്കണം നാം ഉപയോഗിക്കേണ്ടത് എന്നാണ്. മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസുകൾ നേരത്തെ പറഞ്ഞതുപോലെ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണെങ്കിൽ പോലും അവസരങ്ങൾക്കനുസരിച്ച് ചില മാറ്റങ്ങൾ നാം വരുത്തേണ്ടതായി വന്നേക്കാം. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ, അത് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ചില മാറ്റങ്ങളോ ആവശ്യങ്ങളോ തിരുത്തലുകളോ വേണ്ടിയതായി വന്നേക്കാം. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ നമുക്കറിയാം ഓർഗനൈസേഷനിൽ നാം ഉപയോഗിക്കുന്ന 2 തരം അധികാര കേന്ദ്രീകരണമുണ്ട്, അധികാര വികേന്ദ്രീകരണം. അഥവാ ഒന്ന് സെൻട്രലൈസേഷൻ ആണ്, മറ്റൊന്ന് ഡീസെൻട്രലൈസേഷൻ ആണ്. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അധികാരം മുഴുവൻ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നതാണ് സെൻട്രലൈസേഷൻ. എന്നാൽ അധികാരം വീതിച്ച് മറ്റുള്ള താഴേക്കിടയിലേക്ക് വീതിച്ച് നൽകി നടത്തുന്ന സംവിധാനത്തെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഓർഗനൈസേഷൻ്റെ സ്വഭാവം അനുസരിച്ച് വേണം, ഓർഗനൈസേഷൻ്റെ സ്വഭാവം എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം ഇവിടെ നാം എന്ത് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ തത്വങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസിനെ സംബന്ധിച്ച് പറയുന്നു കണ്ടിജൻ്റ് ആണ്, ദാറ്റ് ഈസ് അപ്ലൈഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സിറ്റുവേഷൻ അനുസരിച്ച് വേണം ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാ സാഹചര്യങ്ങളിലും ഒരേപോലെ നാം അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നാണ് 7ാമത്തെ പോയിന്റ് പറഞ്ഞത്. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. മാനേജ്മെൻറ്റിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട അതിൻ്റെ നേച്ചർ ഡിസ്കസ് ചെയ്യുമ്പോൾ 7 പോയിന്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഫസ്റ്റ് വൺ ഈസ് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, സെക്കൻഡ് വൺ ഈസ് ജനറൽ ഗൈഡ് ലൈൻസ്, തേർഡ് വൺ ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, ഫോർത്ത് വൺ ഫ്ലെക്സിബിൾ, ഫിഫ്ത്ത് വൺ മെയിൻലി ബിഹേവിയറൽ, സിക്സ്ത് വൺ cause and effect relationship, and last one is
contingent. These are the important points in connected with the nature of management principles. അപ്പോൾ ഈ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഒന്നാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വിദ്യാർത്ഥികൾ നന്നായി ക്ലാസ് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും